ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ബാലിയിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പുര ബസാക്കി അഥവാ ബസാക്കി ടെമ്പിൾ. മദർ ഓഫ് ഓൾ ടെമ്പിൾസ് എന്നാണ് പുര ബസാക്കി അറിയപ്പെടുന്നത്. ബാലിയിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഹോളിയസ്റ്റും ആയിട്ടുള്ള ടെമ്പിളാണ് പുര ബസാക്കി. ഈസ്റ്റ് ബാലിയിൽ, അതായത് ഉബുദിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബസാക്കി വില്ലേജ്. അവിടെയാണ് ഈ ബസാക്കി ടെമ്പിൾ. വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനടുത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 1.5 ലക്ഷം IDR, അതായത് ഏകദേശം 750 ഇന്ത്യൻ റുപ്പീസാണ് എൻട്രൻസ് ഫീ. അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് കാണാം. അതിൻ്റെ മുകളിലായിട്ട് ഓം സ്വസ്തി അസ്തു എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. നല്ലത് വരട്ടെ അല്ലെങ്കിൽ മേ ഗോഡ് ബ്ലെസ് യു എന്ന് അർത്ഥം വരുന്നൊരു വിഷാണിത്. ശരിക്കും അത് സംസ്കൃത വാക്കാണ്. നമ്മുടെ ടിക്കറ്റിൽ ഒരു ടൂർ ഗൈഡിൻ്റെ സർവീസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ദൂരം പോകാനായിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിളും ഉണ്ട്. ഷാൻറ്റി ബെൻഡർ എന്ന് പറയുന്ന സ്പ്ലിറ്റ് ഗേറ്റ് തന്നെയാണ് ഇവിടെയും ടെമ്പിളിൻ്റെ എൻട്രൻസ്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു റിസ്റ്റ് ബാൻഡ് കിട്ടും. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ കമ്പൽസറി ആയിട്ടുള്ള സരവുങ്ങും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു ബ്ലൂ കളറിലെ സരവുങ്ങാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസിൽ മെയിനായിട്ട് പറയുന്ന കാര്യം ഇവിടെ ഈ ഏരിയയിൽ ഡ്രോൺ യൂസ് ചെയ്തുകൂടാ. അതുപോലെ പല ടെമ്പിൾസിൻ്റെ അകത്തേക്ക് കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഷോപ്പിംഗ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. ബാലിയിൽ ആക്റ്റീവ് വോൾക്കാനോ ആയ മൗണ്ട് അഗുങ്, അതിൻ്റെ സ്ലോപ്പിലാണ് ഈ ബസാക്കി ടെമ്പിൾ. മൗണ്ട് അഗുങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടൂർ ഗൈഡ് വന്നിട്ടുണ്ട്. ആളുടെ പേര് ഗുസ്തി എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം ശരിക്കും ലീഡറിനും മാസ്റ്ററിനും ഒക്കെ ആണെങ്കിലും ശരിക്കും അതൊരു ജാതി പേരാണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗൈഡ് തന്നെയാണ് ഡ്രൈവറും. അങ്ങനെ നമ്മൾ ബസാക്കി ടെമ്പിളിലേക്ക് മൗണ്ട് അഗുങ്ങിൻ്റെ സ്ലോപ്പ് കയറി പോവുകയാണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് വൺ സൈഡ് മാത്രമേ ഉള്ളൂ, അതായത് കയറ്റം കയറാനായിട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഇറക്കമായതുകൊണ്ട് നടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഇവിടെ ഒരു സൈഡ് മുഴുവനും ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഷോപ്പിംഗ് വേണമെങ്കിൽ അതും ചെയ്യാം. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും നമുക്ക് എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇലക്ട്രിക് കാർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം വരെ. ഒരു ആക്റ്റീവ് വോൾക്കാനോടെ സ്ലോപ്പാണ് നമ്മൾ കയറുന്നത്. ദൂരെ നമുക്ക് മൗണ്ട് അഗുങ് കാണാം. ബാലിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് മൗണ്ട് അഗുങ്. ഏകദേശം 1 കിലോമീറ്ററൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് സ്റ്റെപ്സ് ആണ്. അപ്പോൾ അവിടെ വരെ നമ്മുടെ വണ്ടി എത്തുള്ളൂ. വണ്ടി അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ നമ്മുടെ നേരെ വരുന്ന കാണാം. ഈ അമ്പലങ്ങളിൽ കൊടുക്കാനായിട്ടുള്ള ഓഫറിംഗ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളെ കുറേ നിർബന്ധിക്കും. പക്ഷെ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പുര ബസാക്കി എന്ന് പറയുന്ന ശരിക്കും വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഈ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെ ഏകദേശം 40ഓളം ക്ഷേത്രങ്ങളുണ്ട്. ടെമ്പിളിനെ പറ്റി നമ്മുടെ ഗൈഡ് പറയുന്ന കേൾക്കാം. ആളുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. This temple in Bali we call Pura Besaki. Pura means this temple, Besaki means this place. Okay. This is temple Pura Besaki located on slope of the mountain Agung. This is the mountain Agung, the top from Bali. 3000. മൗണ്ട് അഗുങ്ങിൻ്റെ ഹൈറ്റ് സീ ലെവലിൽ നിന്ന് 3132 മീറ്റർ ആണ്. അതായത് ബാലിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ കോംപ്ലക്സിൻ്റെ അകത്ത് ബസാക്കി ടെമ്പിൾ എന്ന് പറയുന്നതിന് 23ഓളം ക്ഷേത്രങ്ങൾ ചേർന്നതാണ്. അതിലേറ്റവും വലുതും സെൻറ്ററിലുള്ളതും മെയിനായിട്ടുള്ള ക്ഷേത്രമാണ് പുര പെനത്തരൻ അഗുങ് എന്ന് പറയുന്ന നേരെ കാണുന്ന ക്ഷേത്രം. അതൊരു ശിവക്ഷേത്രമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളുണ്ട്. സെൻറ്ററിലെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് 4 മെയിൻ ഡയറക്ഷനിൽ 4 വലിയ ക്ഷേത്രങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളെയൊക്കെ പറ്റി നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. കുറേയൊക്കെ സാധാരണ ലൈം സ്റ്റോണും അതുപോലെ കരിങ്കല്ലും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. The black stone, this is from the Gunung Agung. Because Gunung Agung before we have the big eruption from 1963. കറുത്ത കളറിലെ കൺസ്ട്രക്ഷനൊക്കെ പണ്ട് മൗണ്ട് അഗുങ്ങിൽ നിന്ന് ഒഴുകിയ ലാവയിൽ നിന്നുള്ള പാറ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായത് 1963-ലാണ്. അന്ന് 1600ഓളം പേരാണ് മരിച്ചത്. ബസാക്കി ടെമ്പിളിനെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ലാവ ഒഴുകിയത്. ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചില്ല. ബാലിക്കാർ ഒത്തിരി അത്ഭുതത്തോടെ പറയുന്ന കാര്യമാണത്. ഈ മതിലിനകത്ത് കാണുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഇവിടുത്തെ റോയൽ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അമാവാസിക്കും പൗർണമിക്കും ഒക്കെ അവർ വന്നിട്ട് ഇവിടെ പൂജ നടത്തും. ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. ഈ ബാലിയിലെ മിക്ക ക്ഷേത്രങ്ങളിൽ പഗോഡകൾ കാണാൻ പറ്റും. ഈ പഗോഡകളെല്ലാം ഓല വെച്ചിട്ട് മേഞ്ഞിട്ടുള്ളതാണ്. ഈ ഓല ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഇവിടത്തേക്ക് ഈ പഗോഡാസിൻ്റെ റൂഫ് ഏകദേശം 20 വർഷം പഴക്കമായി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് സൈഡിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ കൂടിയാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്.
ബാലിനീസ് ഹിന്ദുസത്തിൽ കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ജാതിക്കാർക്കും പ്രാർത്ഥിക്കാനായിട്ട് ഓരോരോ ക്ഷേത്രങ്ങളാണ്. The first Brahmana for the priest, the second Kshatriya for the king, number 3 Vaishya for the economic, this is Shudra for the farmers. 6 ലെവലിലായിട്ടാണ് ഇവിടെ ബസാക്കി ടെമ്പിൾ കോംപ്ലക്സ് ഉള്ളത്. ഓരോ ലെവലും നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്നതനുസരിച്ച് ഓരോ ജാതിക്കാർക്കുള്ള പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നടക്കുന്ന വഴിക്ക് ഇവിടെ സൈഡിലായിട്ട് സ്നാക്സ് ഒക്കെ വെക്കുന്ന ആൾക്കാരും ഉണ്ട്. പത്താം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും ഒക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ള ക്ഷേത്രമാണിത്. അന്ന് മുതലുള്ള ഒറിജിനൽ കൺസ്ട്രക്ഷൻസ് ആണ് ഇപ്പോഴും ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ റിനോവേഷൻസ് ഒക്കെ നടക്കുന്നു എന്ന് മാത്രം. കൂടുതലും ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെ. ടൂറിസ്റ്റുകൾക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല. പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ ക്ഷേത്രത്തിലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാവണം ഇവർ ടിക്കറ്റിൻ്റെ കൂടെ ടൂർ ഗൈഡിൻ്റെ സർവീസും കൂടി തരണത്. എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിലും പ്രധാനപ്പെട്ട ഗേറ്റുകളുടെ 2 സൈഡിലുമായിട്ട് ദ്വാരപാലകരുണ്ട്. ഇവരുടെ വിശ്വാസത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് ദ്വാരപാലകർക്ക്. പണ്ടത്തെ ലാവ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ ഈ ദ്വാരപാലകരുടെയൊക്കെ ശില്പം. ഇടയ്ക്ക് ചില സ്ഥലത്ത് എല്ലാവർക്കും കയറാൻ പറ്റിയ ചില ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ട് ആൾ നമ്മളെ അതിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിലെ ഇന്തോനേഷ്യയിലും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾ തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ചെറിയ ഡിഫറൻസും ഉണ്ട്. ഈ ബസാക്കി എന്ന പേര് വന്നത് തന്നെ സംസ്കൃതത്തിലെ വാസുകി എന്ന പേരിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ഹിന്ദു പുരാണം അനുസരിച്ച് പാലാഴി മദനത്തിലെ മന്ദരപർവ്വതം ചുറ്റിയിരുന്ന സർപ്പമാണ് വാസുകി. ആ വാസുകിയാണ് ഇവിടെ ബാസുകിയും പിന്നീട് ബസാക്കി ആയതെന്നും പറയുന്നുണ്ട്. ഹിന്ദു പുരാണത്തിലുള്ള ഒട്ടുമിക്ക ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളാണിതൊക്കെ. ശരിക്കും പൂജ നടക്കുന്ന സ്ഥലങ്ങൾ, അതായത് സാധാരണക്കാർക്ക് കയറിക്കൂടാത്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ താഴെ കാണുന്നത്. ഇത് ബ്രാഹ്മണർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള ക്ഷേത്രമാണ്. ഏപ്രിലാണ് ഇവിടെ ഉത്സവ സമയം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 800 മീറ്റർ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണിത്. ഈ പഗോഡാസൊക്കെ നിൽക്കുന്നത് താഴേന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റും പാരലലുമായിട്ടുള്ള ലൈൻസിലാണെന്നാണ് പറയുന്നത്. ബാലിക്കാരുടെ വിശ്വാസത്തിൽ ഗണപതിക്ക് ഒരു മെയിൻ സ്ഥാനമുണ്ട്. ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ ഇവിടെ കാണാം. വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്തുന്നത് ഈസ്റ്റ് സൈഡിലെ ടെമ്പിളിലാണ്. മൗണ്ട് ആഗുങ് നമുക്ക് നടക്കുന്ന വഴിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുന്നത് മൗണ്ട് ആഗുങ് യൂഷ്വലി ക്ലൗഡി ആയിരിക്കും, കുറച്ച് ലക്കി ആണെങ്കിൽ മാത്രമേ ക്ലൗഡ് ഇല്ലാത്ത രീതിയിൽ മൗണ്ട് ആഗുങ് കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഇതാണ് ബസാക്കി ടെമ്പിളിലെ ഏറ്റവും ഈസ്റ്റ് സൈഡിലുള്ള പുരാ ജല ബസാക്കി എന്ന് പറയുന്ന ടെമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ വാസുക്കി അല്ലെങ്കിൽ ബാസുക്കി അല്ലെങ്കിൽ ബസാക്കിക്ക് ഇവരുടെ വിശ്വാസത്തിലെ ഡ്രാഗന്റെ രൂപമാണ്. അതാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെയറിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്നത്. സാധാരണക്കാർക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്ഷേത്രമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ നമ്മളെ മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ കയറുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് കയറുന്ന ആ രീതിയൊന്നും ഇവിടെ ഇല്ല. ബ്രഹ്മ, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഈശ്വര സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പക്ഷേ അങ്ങനെ പ്രതിഷ്ഠയെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആള് നമുക്ക് ചനങ് സാരിയൊക്കെ എടുത്ത് തന്നു. കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ബാസ്ക്കറ്റാണ് ചനങ് സാരി. അതിൽ കുറച്ച് പല കളറിലെ പൂക്കളുണ്ടാവും. വെള്ള കളറിലെ പൂക്കൾ ഈശ്വരനെയും ചുവന്ന കളറിലെ പൂക്കൾ ബ്രഹ്മാവിനെയും പൂജിക്കാനുള്ളതാണ്. മഞ്ഞ കളർ ശിവനും പച്ചയും നീലയും വിഷ്ണുവിനും ഉള്ളതാണ്. പൂജ കഴിഞ്ഞ് ചനങ് സാരിയിലെ ദക്ഷിണയും കൂടി വെച്ച് അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർത്ഥവും അരിയും പൂക്കളുമാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. In Bali we call Tirtha. Rice that represent from the woman god Devi Sri. Because Devi Sri that God. ദേവിയുടെ പ്രസാദമായിട്ടാണ് ഇവിടെ അരി തരുന്നത്. അത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. താഴേന്ന് 1 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് മൗണ്ട് ആഗുങ്ങിൻ്റെ സ്ലോപ്പ് 1 കിലോമീറ്റർ നമ്മൾ കയറി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രക്ഷയില്ല. ബാലിയുടെ മിക്ക ഏരിയ ഇവിടെ നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വിയറ്റ്നാമീസ് തൊപ്പികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1 കിലോമീറ്റർ ഹൈറ്റിൽ നിന്ന് 1 കിലോമീറ്റർ നമ്മൾ കയറി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രക്ഷയില്ല. ബാലിയുടെ മിക്ക ഏരിയ ഇവിടെ നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ വിയറ്റ്നാമീസ് തൊപ്പികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ തിരിച്ചിറങ്ങിയത് സൺസെറ്റ് ടൈമിലായിരുന്നു. അടിപൊളി സൺസെറ്റ് വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ കയറുന്ന സൈഡിൽ കൂടിയല്ല തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ നേരത്തെ കാണാതിരുന്ന ഒരുപാട് ടെമ്പിൾ കോംപ്ലക്സ് ഒക്കെ ഇവിടെ കാണാം നമുക്ക്. പക്ഷെ മിക്കതിൻ്റെയും അകത്തേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. തിരിച്ചിറങ്ങുന്ന വഴിക്ക് വഴിയിലെ സ്പീക്കറിന്ന് എന്തോ മന്ത്രോച്ചാരണം ഒക്കെ കേൾക്കായിരുന്നു. പുരാ ബസാക്കിലെ മെയിൻ ടെമ്പിൾ, അതായത് സെൻറ്ററിലുള്ള ടെമ്പിളിൻ്റെ 4 സൈഡിലും, അതായത് 4 മെയിൻ ഡയറക്ഷൻസിലുമായിട്ട് ഓരോ ടെമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് അതിൽ ചിലതൊക്കെ നമുക്ക് കാണാനും പറ്റും. എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിലായിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് കാണാൻ പറ്റും. എല്ലാം ഓരോ ദേവന്മാരുടെ സ്റ്റാച്യൂസാണ്. ഈ ബസാക്കി ടെമ്പിളിന് മുമ്പ് വന്നിട്ടുള്ള ചിലർക്ക് കുറച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂജാ സാധനങ്ങൾ ബലമായിട്ട് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഗൈഡ് ടിപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് കാശ് ചോദിക്കുക. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബാലിയിലെ ബസാക്കി ടെമ്പിളിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.